ബി.ജെ.പിക്ക് അധിക നാൾ ഒഡീഷയിൽ അധികാരവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള നവീൻ പട്നായിക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ബി.ജെ.പിക്ക് ഉള്ളിൽ ഉണ്ടാക്കുന്ന ടെൻഷൻ വളരെ വലുതാണ്. കാരണം 24 കൊല്ലം ഭരണചക്രം തിരിച്ച ഒരു വ്യക്തി ഇത്രയും വ്യക്തതയോടുകൂടി ഒരു കാര്യം പറയുമ്പോൾ അതിനെ ബി.ജെ.പിക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. വളരെ വൈകാതെ തന്നെ 20ഓളം ബി.ജെ.പി സാമാജികർ രാജിവെക്കുകയും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയും ചെയ്യും. രാജ്യം ഇപ്പോൾ കൃത്യമായും ബി.ജെ.പിക്ക് എതിരായൊരു ട്രെൻഡിലേക്ക് നീങ്ങുകയാണ്. ഒഡീഷയിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവിടെ വി.കെ. പാണ്ഡ്യൻ എന്ന നവീൻ പട്നായിക്കിൻ്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെയാണ് ഇനി പിൻഗാമിയായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഒരു ഒഡിയക്കാരന് പകരം ഒരു തമിഴനെയാണ് അവിടെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ അവിടെ ഒഡിയക്കാരുടെ വികാരം ഇളക്കി വിടാൻ വേണ്ടി ബി.ജെ.പി ശ്രമിച്ചു. വളരെ നാണം കെട്ട പല രാഷ്ട്രീയ കളികളും കളിച്ച് ബി.ജെ.പി കേവല ഭൂരിപക്ഷത്തിനടുത്തെത്തി. പക്ഷേ നവീൻ പട്നായിക് ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ച ബി.ജെ.പിക്ക് പക്ഷേ അത് തുടരാൻ, അത് നിലനിർത്താൻ കഴിയില്ല എന്ന് പട്നായിക് ഇത്ര വ്യക്തതയോടെ പറയണമെങ്കിൽ എന്തായിരിക്കും അതിന് കാര്യം എന്ന് കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന് പോലും കൃത്യമായി അറിയാം. കാരണം അദ്ദേഹത്തിന് നവീൻ പട്നായിക്കിൻ്റെ രാഷ്ട്രീയ കൗടില്യം എത്രത്തോളമാണ് എന്നത് ആർക്കും പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു നവീൻ പട്നായിക്കിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നപ്പോൾ തന്നെ അവർക്ക് മികച്ച രീതിയിലുള്ള സംഘടനാ പാടവം എത്രത്തോളമുണ്ട് ബിജു പട്നായിക്കിൻ്റെ മകന് എന്നത് തിരിച്ചറിഞ്ഞതാണ്. നവീൻ പട്നായിക്കിന് ആരും രാഷ്ട്രീയം പുതുതായി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ദ മോസ്റ്റ് സക്സസ്ഫുൾ ചീഫ് മിനിസ്റ്റർ ഓഫ് ഒഡീഷ, അഥവാ ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനത്തെ ഇത്രയും കൊല്ലം ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി, കേവല ഭൂരിപക്ഷത്തെ ഒക്കെ മറികടക്കുന്ന രീതിയിൽ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 100-ൽ കൂടുതൽ സീറ്റുകളുമായി 3-ൽ 2 അല്ലെങ്കിൽ 4-ൽ 3 ഒക്കെ ആയി ഭൂരിപക്ഷത്തോടു കൂടി വന്നിട്ടും അധികാരത്തിൻ്റെ ഒരു ഗർവവും ഒരു രീതിയിലുള്ള അഹങ്കാരവും കാണിച്ചിട്ടില്ല. ലളിത ജീവിതമാണ് നയിച്ചത്. ഇപ്പോൾ തള്ളിയിട്ടു എന്ന് അഹങ്കരിക്കുന്ന ബി.ജെ.പി ശരിക്കും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉടറുകയാണ്. നിലവിലെ ഏകദേശം 20ഓളം സാമാജികർ അസംതൃപ്തരാണ് എന്നുള്ളത് മാത്രമല്ല, അവരൊരു കോക്കസ് ആകാൻ ശ്രമിക്കുന്നു. ഒരുമിച്ച് കൂട്ടരാജി വെച്ചാൽ ഒരുപക്ഷെ കൂറുമാറ്റ നിരോധന നിയമം വരുമ്പോൾ രാജിവെക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. പക്ഷേ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തീർച്ചയായും ഇത്തവണ ബി.ജെ.ഡിക്ക് തിരികെ പിടിക്കാൻ കഴിയുന്ന സീറ്റുകളാണിവ. കാരണം ബി.ജെ.ഡിയും കോൺഗ്രസും കൂടി ഒരുമിക്കുകയാണ്. ബി.ജെ.ഡിയും കോൺഗ്രസും സമാനതകളില്ലാതെ ഒരുമിക്കുമ്പോൾ തീർച്ചയായും വോട്ടുകൾ ഭിന്നിക്കില്ല. കോൺഗ്രസ് കൂടി ബി.ജെ.ഡിയെ കരുത്തുറ്റ രീതിയിൽ പിന്തുണ അർപ്പിക്കാൻ തീവ്രമായി ശ്രമിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിന് പകരമായി രാജ്യസഭയിൽ ബി.ജെ.ഡി ഇന്ത്യ മുന്നണിയിൽ ചേരുകയും ചെയ്തിരിക്കുന്നു. ഇതുകൂടിയാകുമ്പോൾ ബി.ജെ.പിയുടെ അട്ടപിളകുകയാണ്.